Good morning, students. I am Teslin Joseph, your physics teacher. In the last class, we studied about one of the nuclear models, which is liquid drop model, and studied about its merits and demerits, and also calculated binding energy using semi-empirical mass formula. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റിമൈനിങ് ആയിട്ടുള്ള രണ്ട് ന്യൂക്ലിയർ മോഡൽസ് ആണ്. So, today's class include shell model, magic numbers, evidences for shell model, merits of shell model, and also about its demerits, and lastly, collective model, shell model. എന്താണ് ഈ ഷെൽ മോഡൽ? നിങ്ങൾക്കറിയാം, ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന വേരിയസ് ഷെൽസിലായിട്ടാണ് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ഷെൽസ്? കെ, എൽ, എം, എൻ എക്സെട്ര. അതേപോലെ തന്നെയാണ് ന്യൂക്ലിയോൺസും ന്യൂക്ലിയസിനുള്ളിൽ അറേഞ്ച് ചെയ്തത്. ഇതാണ് ഷെൽ മോഡൽ പറയുന്നത്. അപ്പോൾ ഷെൽ മോഡലിലെ വേരിയസ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് എഴുതാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷെൽ മോഡൽ ഓഫ് ദ ന്യൂക്ലിയസ് അസ്യൂം ദാറ്റ് എനർജി സ്ട്രക്ചർ ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ ഷെൽ ഇൻ ആൻ ആറ്റം. അതായത് ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഷെൽ മോഡലിൽ ന്യൂക്ലിയസിന്റെ എനർജി സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്ത് സെയിം ആണ്? ഇലക്ട്രോൺ ഷെല്ലിന്റെ എനർജി സ്ട്രക്ചറിന് സെയിം ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ഷെൽ മോഡൽ പ്രകാരം എന്താണ് പറയുന്നത്? പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ് ആർ ഗ്രൂപ്ഡ് ഇൻ ഷെൽസ് ഇൻ ദ ന്യൂക്ലിയസ് സിമിലർ ടു ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ഷെൽസ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഷെല്ലിനകത്ത്, അതേ രീതിയിൽ തന്നെയാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിനകത്തുള്ള ഷെല്ലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പോസ്റ്റ്ലേറ്റ് നോക്കുക. ആദ്യത്തെ എന്തിനാണ്? എനർജി സ്ട്രക്ചർ ഓഫ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്തിന് സെയിം ആണ്? ഇലക്ട്രോൺ ഷെൽസിന്റെ എനർജി സ്ട്രക്ചറിന് സെയിം ആണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഷെൽസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതേ രീതിയിലാണ് ന്യൂക്ലിയോൺസും ന്യൂക്ലിയസിനുള്ളിലുള്ള ഷെല്ലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മൂന്നാമത്തെ നോക്കാം. ഷെൽസ് എപ്പോഴാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്? when they contain a specific number of protons and neutrons or both. അതായത് ന്യൂക്ലിയസിനുള്ളിലുള്ള ഷെൽസ് ഫിൽഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എപ്പോഴാണ്? when they contain a particular number of protons or neutrons, അല്ലെങ്കിൽ രണ്ടും ചേർന്ന നമ്പർ ഒരു പ്രത്യേക നമ്പറിന്, സ്പെസിഫിക് നമ്പറിന് തുല്യമാണെങ്കിൽ എന്ത് പറയാം? such shells are considered as filled. The number of nucleons in each shell is limited by Pauli's exclusion principle. Pauli's exclusion principle പ്രകാരമാണ് അതിന് നമ്പർ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത്. ഓരോ ഷെല്ലിന്റെ സ്പെസിഫിക് നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിമിറ്റഡ് ബൈ യൂസിങ് Pauli's exclusion principle. മൂന്ന് പോയിന്റ്സ് ആണ് നമ്മൾ ഷെൽ മോഡൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? എനർജി സ്ട്രക്ചർ ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് electron shells in an atom. രണ്ടാമത്തത് nucleons are grouped in shells in the nucleus similar to electrons in various shells outside the nucleus. മൂന്നാമത്തെ നമ്പറിനെ കുറിച്ചാണ്. the shells are considered as filled when they contain a specific number of protons or neutrons or both. The number of nucleons in each shell is limited by Pauli's exclusion principle. ഈ മൂന്ന് പോയിന്റ് ആണ് ഷെൽ മോഡലിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് വരുന്ന ഒരു ടേം ആണ് മാജിക് നമ്പേഴ്സ്. അപ്പൊ ഈ നമ്പറിന് ഒരു പ്രത്യേകത, അതായത് 2, 8, 20, 50, 82, 126 ഈ ഒരു 6 സെറ്റ് നമ്പറിന് ഒരു പ്രത്യേകതയാണ്. നമ്പർ കിട്ടിയില്ലേ? ഏതൊക്കെയാണ് മാജിക് നമ്പേഴ്സ്? 2, 8, 20, 50, 82, 126. If the nuclei having either the number of protons or number of neutrons equal to one of the numbers, ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ഏതെങ്കിലും ഒന്നാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? they are more stable than their neighbors. ക്ലിയർ ആയോ? പ്രോട്ടോൺ നമ്പറോ ന്യൂട്രോൺ നമ്പറോ 2, 8, 20, 50, 82, 126 ഈ പറഞ്ഞിരിക്കുന്ന നമ്പർ ആയിട്ട് വന്നാൽ they are stable than their neighbors. അപ്പൊ ഈ 6 നമ്പേഴ്സിനെ എന്തായിട്ട് വിളിക്കുന്നത്? they are called as magic numbers. ക്ലിയർ? ഏതൊക്കെയാണ് മാജിക് നമ്പേഴ്സ്? 2, 8, 20, 50, 82, 126. എന്തുകൊണ്ടാണ് അതിനെ മാജിക് നമ്പേഴ്സ് എന്ന് പറയുന്നത്? ഒന്നെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു
the number, ഈ പറഞ്ഞിരിക്കുന്ന number ആണെങ്കിൽ they are more stable than their neighbors. So that these numbers are called as magic numbers. So magic numbers plays an important role in shell model. Shell model magic numbers വളരെ important significant role ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് എക്സ്പെരിമെന്റൽ എവിഡൻസസ് ഓഫ് ന്യൂക്ലിയർ മാജിക് നമ്പേഴ്സ്. മാജിക് നമ്പേഴ്സിന്റെ ന്യൂക്ലിയർ മാജിക് നമ്പേഴ്സിന്റെ എക്സ്പെരിമെന്റൽ എവിഡൻസ്, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഷെൽ മോഡലിന്റെ എക്സ്പെരിമെന്റൽ എവിഡൻസ് എന്ന് പറയുന്നത്. It has been experimentally observed that nuclei for which number of neutrons and number of protons are 2, 8 ഏതൊക്കെയായിരുന്നു 2, 8, 20, 50, 82, 126. ഏതൊക്കെയാണ് ഹീലിയം, ഓക്സിജൻ are more stable than their neighbors. അതായത് മാജിക് നമ്പേഴ്സ് ഉള്ള ന്യൂക്ലിയൈ ഏതൊക്കെയാണ് ഹീലിയം, ഓക്സിജൻ, കാൽഷ്യം, ലെഡ്, ഇതൊക്കെ എന്താണ് they are more stable than their neighbors. അതാണ് ആദ്യത്തെ ഇത് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെബിലിറ്റി are also related to the natural abundance. സ്റ്റെബിലിറ്റി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നാച്ചുറൽ അബണ്ടൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. It has been observed from the experimental data the nuclei having number of nucleons as magic number are in abundance as compared to other nuclei in nature. അതായത് മാജിക് നമ്പേഴ്സ് ഉള്ളത് ന്യൂക്ലിയൈ ആർ മോർ അബണ്ടന്റ്. എക്സാമ്പിൾ ആയിട്ട് എടുത്തത് ഓക്സിജൻ. ഓക്സിജന്റെ കേസിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും 8 ആണ്. കാൽഷ്യത്തിന്റെ കേസിൽ അതുപോലെ നമ്പർ ഓഫ് ന്യൂട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും 20 ആണ്. ലെഡിന്റെ കേസിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും മാജിക് നമ്പർ ആണ് 82, 126. They are the most abundant nuclei in nature compared to other nuclei. ഈ പറഞ്ഞിരിക്കുന്നതാണ് most abundant nuclei in nature. So we can say stability is also related to the natural abundance. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ടിന്നിന്റെ കേസിലാണ് 10 stable isotopes. Z equal to proton number 50 ആണ്. 10 stable isotopes ആണ് which have isotopes more than any other element. While കാൽഷ്യത്തിന്റെ കേസിൽ proton number 20 ആണ് which has 6 isotopes. This indicates that element with Z equal to 50 and Z equal to 20 are have more isotopes, which indicates they are stable than their neighbors. നാലാമത്തെ no more than 5 isotopes occur in nature for any neutron number except n equal to 50 where there are 6. അതായത് n equal to 50 എന്ന് പറയുന്നത് ന്യൂട്രോൺ നമ്പർ 50യിൽ വരുന്ന there are 6 isotopes ഉണ്ട്. അതേപോലെ n equal to 82ൽ there are 7 isotopes. വേറെ ഒരു ന്യൂട്രോൺ നമ്പറിനും 5 isotopesiലും കൂടുതൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ന്യൂട്രോൺ നമ്പേഴ്സ് ഓഫ് 82, 50 are therefore indicate particular stability. ക്ലിയർ ആയോ? അതായത് 5 isotopesiലും കൂടുതൽ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് ന്യൂട്രോൺ നമ്പറിന് മാത്രമേ ഉള്ളൂ n equal to 50, n equal to 82ന്റെ. ന്യൂട്രോൺ നമ്പർ equal to 50യുടെ കേസിൽ there are 6 isotopes. അതേപോലെ തന്നെ ന്യൂട്രോൺ നമ്പർ equal to 82ൽ there are 7 isotopes. ബാക്കി എല്ലാത്തിൻ്റെയും കേസിൽ ന്യൂക്ലിയയുടെ കേസിൽ isotone number എന്ന് പറയുന്നത് it is less than 5 ആണ്. So neutron numbers of 82, 50 are very stable. They can be considered as nuclei having particular stability. ഈ അഞ്ചാമത്തെ പോയിന്റ് ഡബ്ലി മാജിക് ന്യൂക്ലിയർ, അതായത് ന്യൂട്രോൺ നമ്പറും പ്രോട്ടോൺ നമ്പറും രണ്ടും മാജിക് നമ്പർ ആയിട്ട് വരുന്ന കേസിൽ ഏതൊക്കെയാ? ഹീലിയത്തിന്റെ കേസിൽ എടുക്കുക പ്രോട്ടോൺ നമ്പർ 2, ന്യൂട്രോൺ നമ്പറും 2. ഓക്സിജന്റെ കേസിൽ അതുപോലെ തന്നെ പ്രോട്ടോൺ നമ്പർ 8, ന്യൂട്രോൺ നമ്പറും 8. കാൽഷ്യത്തിന്റെ കേസിൽ രണ്ടും 20, 20.
ആൻഡ് ലെഡിൻ്റെ കേസിൽ നമ്മൾ കണ്ടു നേരത്തെ എന്തായിരുന്നു 82 ന്യൂട്രോൺ നമ്പർ 126 രണ്ടും ഡബ്ലി മാജിക് ആണ്. ആർ പെർട്ടിക്കുലർലി ടൈറ്റ്ലി ബൗണ്ട്. എന്താ ഇത് അർത്ഥമാക്കുന്നത്? നിങ്ങൾ ഇനേർട്ട് ഗ്യാസസ് പഠിച്ചിട്ടുണ്ട്. ഇനേർട്ട് ഗ്യാസസ് എന്താണ്? ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ എന്താ ചെയ്യുക? അതിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനോ ആഡ് ചെയ്യാനോ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് ഇതിലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഡബ്ലി മാജിക് ആയിട്ടുള്ള ന്യൂക്ലിയ ആർ പെർട്ടിക്കുലർലി ടൈറ്റ്ലി ബൗണ്ട്. So they cannot capture a neutron or proton because the shells are closed. അതാണ് ഈ ടൈറ്റ്ലി ബൗണ്ട് എൻ്റെ അർത്ഥം. അതിന് ന്യൂട്രോണോ പ്രോട്ടോണെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കില്ല. ദ ഷെൽസ് ആർ ക്ലോസ്ഡ്. നെക്സ്റ്റ് ആറാമത്തെ പോയിന്റ്, ബൈൻഡിങ് എനർജി ഓഫ് ദ നെക്സ്റ്റ് ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ ആഫ്റ്റർ മാജിക് നമ്പർ ഈസ് വെരി സ്മോൾ. അതായത് മാജിക് നമ്പർ കഴിഞ്ഞു വരുന്ന ന്യൂട്രോണിൻ്റെ പ്രോട്ടോണിൻ്റെ ബൈൻഡിങ് എനർജിയുടെ വാല്യൂ വളരെ കുറവാണ്. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റും കൂടെ നമുക്ക് പറയാം. 3 മെയിൻ റേഡിയോ ആക്റ്റീവ് സീരീസ്, അതായത് യുറേനിയം സീരീസ്, ആക്ടീനിയം സീരീസ് ആൻഡ് തോറിയം സീരീസ് ഡീക്കേഡ്സ് ടു ലെഡ് PB82206 with proton number Z equal to 82 and neutron number equal to 126. Thus, PB82208 is the most stable isotope. The number 82126 indicates stability. അതായത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് 3 റേഡിയോ ആക്റ്റീവ് സീരീസ് യുറേനിയം, ആക്ടീനിയം, തോറിയം ഡീകേ ചെയ്യുന്നത് ചെയ്തിട്ട് ഒരു സിംഗിൾ എലമെന്റ് ആയിട്ടാണ് ന്യൂക്ലിയ ആയിട്ടാണ് മാറുന്നത്. ഏതാണ്? ലെഡ് PB82208 വിത്ത് അതിൻ്റെ പ്രോട്ടോൺ നമ്പർ അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ എത്രയാണ്? Z equal to 82 ആൻഡ് ന്യൂട്രോൺ നമ്പർ എത്രയായിട്ടാണ്? 126. ഡബ്ല്യു മാജിക് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലെഡ് PB82208 is the most stable isotope. അപ്പോൾ ഈ നമ്പർ 82126 indicate stability. ഇതിൻ്റെ മെറിറ്റ്സ് നമുക്ക് നോക്കാം. മെറിറ്റ്സ് ഓഫ് ഷെൽ മോഡൽ. ഇറ്റ് എക്സ്പ്ലെയിൻസ് മാജിക് നമ്പേഴ്സ്. ഇറ്റ് എക്സ്പ്ലെയിൻ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് സം ന്യൂക്ലിയർ നൈസ്ലി. ചില ന്യൂക്ലിയയുടെ മാഗ്നറ്റിക് മൊമെന്റിനെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പിൻ. ഇറ്റ് ഓൾസോ എക്സ്പ്ലെയിൻസ് ഗ്രേറ്റ് സ്റ്റെബിലിറ്റി ആൻഡ് ഹൈ ബൈൻഡിങ് എനർജി. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ഫിനോമിനൻ ഓഫ് ന്യൂക്ലിയർ ഐസോമറിസം. 5 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത്. ഏതൊക്കെയാണ്? മാജിക് നമ്പേഴ്സ്, പിന്നെന്താണ്? മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് സം ന്യൂക്ലിയർ, ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പിൻ, ഗ്രേറ്റ് സ്റ്റെബിലിറ്റി, ബൈൻഡിങ് എനർജി ആൻഡ് ഓൾസോ ന്യൂക്ലിയർ ഐസോമറിസം. ഇനി എന്തായിരിക്കും ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്? മെയിൻ ലിമിറ്റേഷൻ ഓഫ് ഷെൽ മോഡൽ. ഇറ്റ് ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് 4 സ്റ്റേബിൾ ന്യൂക്ലിയർ, അതായത് ഹൈഡ്രജൻ, ലിത്തിയം, ബോറോൺ, നൈട്രജൻ. ഇതിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഷെൽ മോഡലിന് സാധിച്ചില്ല. Secondly, it does not predict correct values of nuclear spin for certain nuclei. ചിലതിൻ്റെ കേസിൽ ന്യൂക്ലിയർ സ്പിൻ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിച്ചെങ്കിലും ചില ന്യൂക്ലിയയുടെ കേസിൽ it cannot predict correct value of nuclear spin. The quadrupole moment calculated using this model is not in good agreement with the experimental value. ഇപ്പോൾ quadrupole moment ഈ ഷെൽ മോഡൽ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ ആയിട്ട് കിട്ടിയ വാല്യൂവിന് തുല്യമായിട്ടല്ല. മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഓൾസോ ഷോസ് സം ഡീവിയേഷൻ ഫ്രം ഒബ്സർവ്ഡ് വാല്യൂസ്. മാഗ്നറ്റിക് മൊമെന്റിന് ഇതേ പ്രശ്നം തന്നെയുണ്ട്. ഇറ്റ് ഷോസ് സം ഡീവിയേഷൻ ഫ്രം ദി ഒബ്സർവ്ഡ് വാല്യൂ. ഇത്രയാണ് നമ്മൾ ഷെൽ മോഡലിനെ കുറിച്ച് പഠിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇൻക്ലൂഡ്സ് കളക്റ്റീവ് മോഡൽ. ഷെൽ മോഡലിന്റെ ഡ്രോബാക്സും ലിക്വിഡ് ഡ്രോപ്പ് മോഡലിന്റെ ഡ്രോബാക്സും ഒഴിവാക്കി പുതിയൊരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് കളക്റ്റീവ് മോഡൽ. കളക്റ്റീവ് മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ എ ബോർ, B.R. മോട്ടിൽസൺ ആൻഡ് ജെയിംസ് റെയിൻവാട്ടർ. ഓർക്ക, റെയിൻവാട്ടർ, മോട്ടിൽസൺ, ബോർ. 3 പേരാണ് കളക്റ്റീവ് മോഡൽ പ്രപ്പോസ് ചെയ്തത്. ആരൊക്കെയാണ്? എ ബോർ, B.R. മോട്ടിൽസൺ ആൻഡ് ജെയിംസ് റെയിൻവാട്ടർ. This model combines the best features of liquid drop model and shell model. രണ്ടിന്റെ നല്ലത് മാത്രം കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു മോഡൽ
ഡിസ്കസ് ചെയ്യുന്നത്, അതായത് കളക്റ്റീവ് മോഡൽ. In this model, it is assumed that particle within the nucleus exert a centrifugal pressure on the surface of the nucleus. ഈ മോഡൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾ, എന്തൊക്കെയാണ് ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസ്? ന്യൂക്ലിയോൺസ്, ഏതൊക്കെയാണ്? ന്യൂട്രോണും പ്രോട്ടോണും. They exert a centrifugal pressure on the surface of the nucleus. ന്യൂക്ലിയസിന്റെ സർഫസിൽ ന്യൂക്ലിയോൺസ് എക്സേർട്ട് സെൻട്രിഫ്യൂഗൽ പ്രഷർ. അതുമൂലം എന്ത് സംഭവിക്കും? ന്യൂക്ലിയസിന്റെ ഷേപ്പ്, നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താണ്? ന്യൂക്ലിയസിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ഫിരിക്കൽ ആണ്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സെൻട്രിഫ്യൂഗൽ പ്രഷർ, the shape of the nucleus changes to non-spherical shape. So total energy is explained as W equal to E rotational plus E vibrational plus En. E rotational എന്ന് പറഞ്ഞാൽ it is the energy due to rotation motion of the core. E vibration is the energy due to vibrational coordinates and En is the energy due to nucleonic coordinates. ഈ മൂന്ന് എനർജിയുടെ സമ്മായിട്ട് ടോട്ടൽ എനർജി നമുക്ക് എഴുതാം. According to the collective model, all even nuclei such as helium, അതായത് helium, oxygen, calcium, lead will have spherical shape. even ന്യൂക്ലിയയുടെ കേസിൽ അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ spherical shape ആണ്. And zero quadrupole moment, while even odd or odd nuclei will have non-spherical shapes and finite electric quadrupole moment. അതേസമയം even odd അല്ലെങ്കിൽ odd even or odd nuclei, even odd, ഇവിടെ ചെറിയ എറർ വെച്ചിട്ടുണ്ട്. even odd അല്ലെങ്കിൽ odd even or odd nuclei will have non-spherical shapes and finite electric quadrupole moment. ഇതത്രയാണ് കളക്റ്റീവ് മോഡലിനെ കുറിച്ച് പറയുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് എന്ത് പറയാം? സർഫസിൽ ന്യൂക്ലിയോൺസ് ഒരു സെൻട്രിഫ്യൂഗൽ പ്രഷർ എക്സേർട്ട് ചെയ്യും, അതുമൂലം ന്യൂക്ലിയസിന്റെ ഷേപ്പ് എന്തായിട്ട് മാറി? നോൺ സ്ഫിരിക്കൽ ഷേപ്പ് ആയിട്ട് മാറി. സോ ടോട്ടൽ എനർജി എക്സ്പ്രസ് ചെയ്യാം W equal to E rotational plus E vibrational plus En. ഇനി നമ്മൾ നെക്സ്റ്റ് കളക്റ്റീവ് മോഡൽ പ്രകാരം even ന്യൂക്ലിയയുടെ കേസിൽ ഇറ്റ് ഹാവ് spherical shape and zero quadrupole moment. അതേസമയം even odd അല്ലെങ്കിൽ odd even or odd ന്യൂക്ലിയയുടെ ഹാവിൽ നോൺ സ്ഫിരിക്കൽ ഷേപ്സും ഫൈനൈറ്റ് ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റും ആണ് വാല്യൂ ആയിട്ട് വരുന്നത്. താങ്ക് യു.